ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വത്സാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇടിച്ചക്ക എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് നമുക്കിപ്പം ചക്ക സുലഭമായിട്ട് വീണ് തുടങ്ങുന്ന സമയമാണല്ലോ. ഒത്തിരി മൂക്കുകയും ചെയ്യരുത്, എന്നാൽ അകത്ത് ചുള ശകലം വെച്ച് വരികയും വേണം. ഒത്തിരി ചവിണിയാവരുത്. ഓക്കെ, ചെറിയൊരു ചക്ക ഞാൻ അടുത്തേക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിക്കേ, ഇതാണ് പരുവം. ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ശകലം ഉപ്പും കഴുകി ഇട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അരപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അല്പം തേങ്ങ ചെറിയതുണ്ട്, മഞ്ഞളുണ്ട്, കാന്താരിയുണ്ട്, വെളുത്തുള്ളി, ശകലം മുളക് പൊടി, ജീരകം, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചു കൊണ്ടുവരാം. അപ്പോഴത്തേക്കും നമ്മുടെ ചക്ക വെന്തത് ഉണ്ട്. അതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് നമുക്കിതിനെ ഒന്ന് നല്ല കല്ലിലോ അരകല്ലിലോ വെച്ചൊന്ന് നന്നായിട്ട് ചതച്ച് എടുക്കാം. ഞാൻ ഇടികല്ലി വെച്ചിട്ടാണ് ചതച്ചെടുത്തേക്കുന്നത്. നമുക്ക് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒത്തിരി അരഞ്ഞു പോകരുത്, ഒത്തിരി കുറച്ചും ചതച്ചെടുക്കുക. അങ്ങനെയല്ല, അപ്പോൾ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോഴത്തേക്കും ഒരു പാൻ വെച്ച് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് കടുക് വറുത്തെടുക്കണം. നമുക്ക് കടുവിൻ്റെ സാധനങ്ങൾ, താളിക്കാനുള്ള സാധനങ്ങളൊക്കെ എണ്ണയൊഴിച്ച് കടുകും കറിവേപ്പിലെല്ലാം ഇട്ട് ഒന്ന് താളിച്ച്, എന്നിട്ട് നമുക്കിതിനകത്ത് അരപ്പ് തട്ടിയിടേണ്ടതായിട്ടുണ്ട്. ആ അരപ്പ് തട്ടിയിട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അരപ്പ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തോർത്തിയെടുക്കണം. നന്നായിട്ട് വെള്ളം വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം. ദേ, നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചക്ക അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കിതിനെ ഒന്ന് അലങ്കരിച്ചൊക്കെ ഒന്ന് വെച്ച് നല്ലതായിട്ടൊന്ന് കാണാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കണ്ടേ, ഒന്ന് നല്ലോണം ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ മറക്കരുത്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സ്കിപ്പ് ചെയ്യുക, അതെല്ലാവരും അവസാനം വരെ കാണുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഒരു ഹാപ്പി ന്യൂ ഇയർ.